മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവം തലസ്ഥാനത്ത് തകൃതിയായി നടക്കുകയാണ്. പല ജനപ്രിയ പരിപാടികളും അരങ്ങിലെത്തി കഴിഞ്ഞു. അതിലേറ്റവും താൽപര്യപൂർവ്വം ജനം കാത്തിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട സംവാദത്തിനാണ്. ഇക്കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫും BJP നേതാവ് K സുരേന്ദ്രനും പങ്കെടുത്ത സംവാദം നടന്നിരുന്നു. CPM തത്വചിന്തകനായ ഗോവിന്ദനെ വാഗ്ചാതുര്യം കൊണ്ട് സണ്ണി ജോസഫ് മലർത്തിയടിക്കുന്നതിന് അക്ഷരോത്സവം സാക്ഷ്യം വഹിച്ചു. ഈ കഴിയാൻ പോകുന്ന ഭരണകാലത്ത് സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF ദയനീയമായി പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയാണ് സണ്ണി ജോസഫ് ഗോവിന്ദന്റെ വായടപ്പിച്ചത്. പിന്നാലെ സെമി ഫൈനൽ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF അടപടലും തോറ്റുവെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഗോവിന്ദന് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ സണ്ണി ജോസഫ് താരമായി മാറിയ സംവാദ പരിപാടിക്ക് പിന്നാലെ മറ്റൊരു സംവാദത്തിൽ പങ്കെടുത്തത് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണ്. വേണുഗോപാലുമായി സംസാരിക്കാനെത്തിയത് മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസിലെ ഗം പരിപാടിയുടെ അവതാരകനുമായ നിശാന്ത് MV ആണ്. ആദ്യ ചോദ്യത്തിൽ തന്നെ വേണുഗോപാലിന്റെ വായിൽ നിന്ന് കിടിലൻ മറുപടിയാണ് നിശാന്തിന് കിട്ടിയത്. CPMന്റെ പോളിറ്റ് ബ്യൂറോ ഏതാണെന്ന് നമുക്കറിയാം. BJPയുടെ കേന്ദ്ര കമ്മിറ്റിയും സാധാരണക്കാർക്ക് പരിചിതമാണ്. എന്നാൽ കോൺഗ്രസിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ആരാണ്? അത് KC വേണുഗോപാലാണോ എന്നായിരുന്നു നിശാന്ത് പറഞ്ഞത്. പിന്നാലെ എത്തി KCയുടെ മറുപടി. ഒരു മാധ്യമ പ്രവർത്തകനായ വ്യക്തിക്ക് ഹൈക്കമാൻഡിനെ അറിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുതെന്നാണ് KC പറഞ്ഞത്. ഇതോടെ നിശാന്തിന്റെ അടപ്പ് തെറിച്ചുവെന്നാണ് പരിപാടിക്ക് ലഭിക്കുന്ന കമന്റ്. KC വേണുഗോപാലിന്റെയും നിശാന്തിന്റെയും രസകരമായ സംഭാഷണത്തിന്റെ ഓഡിയോ ചേർക്കുന്നുണ്ട്, കേട്ടു നോക്കാം. അപ്പോൾ എൻ്റെ ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങാം സാറേ. നമ്മളെ ഈ CPIM പോളിറ്റ് ബ്യൂറോ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു കാണിക്കാൻ ഇന്ന ആളുകളുണ്ട്. BJPയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് നിർമ്മിത ഇന്ന ആളുകളാണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പലപ്പോഴും ആളുകളുടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമുണ്ട്. പക്ഷേ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളായ എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അങ്ങാണ്. ശരിക്ക് അങ്ങാണോ ഈ ഹൈക്കമാൻഡ്? ഞാൻ ധരിച്ചത് താൻ നാട്ടുകാരനും മട്ടന്നൂർക്കാരനൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ഒരു മൃദുത്വം കാണിക്കുന്നതായിരുന്നു. അപ്പോൾ തുടക്കം തന്നെ കളിയാക്കി തുടങ്ങിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡന്റാണ്. അന്തിമമായി തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുന്ന ആള് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അവ്യക്തത ആവശ്യമില്ല. CPMന്റെ പോളിറ്റ് ബ്യൂറോ അതുപോലെ BJPയുടെ പോലെ ഞങ്ങളുടെ പാർട്ടി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡന്റാണ്.